ദില്ലിയിലെ ക്രിസ്മസ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ദില്ലിയിൽ തീർച്ചയായിട്ടും ഈ ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമായല്ല ഈ കത്തീഡ്രൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആ ദിവസം എല്ലാവരോടും ഒരു സൗഹൃദം പുതുക്കുന്നതിനും സൗഹൃദം സ്ഥാപിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം. എല്ലാവരും ഒത്തുചേരുന്നു, ഒരു ജാതിമത ചിന്തകളുമില്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ കൊടിയുടെ നിറം നോക്കാതെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു ഇടമായി ഇതിനെ കാണുകയാണ്. നമ്മൾ നാട്ടിൽ മാറി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മിസ് ചെയ്യുന്നു നാട്ടിലെ ക്രിസ്മസ്, അവിടുത്തെ ആഘോഷങ്ങൾ മിസ് ചെയ്യുന്നു എന്നെങ്കിൽ അത്തരത്തിലൊരു തോന്നലുണ്ടോ? നമ്മുടെ സ്വന്തം നാടിൻ്റെ ആഘോഷങ്ങളും അത് ഡൽഹിയിലെ ആഘോഷങ്ങളെയും നമുക്കൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ രാത്രിയിൽ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്നത്, അതൊക്കെ ഒരു പ്രത്യേകതയാണ്, നാടിൻ്റെ പ്രത്യേകതയാണ്. ദില്ലിയിൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ട് ഇവിടെ, പക്ഷെ അതൊന്നും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളിവിടെ കാണുന്നത് തന്നെ ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ പുൽക്കൂടുണ്ട്, നിരവധി ആളുകൾ എത്തുന്നുണ്ട് രാത്രി കുർബാന കൂടാനായിട്ടും അതുപോലെ തന്നെ സന്ദേശങ്ങൾ കൈമാറാനായിട്ടും പരസ്പരം എല്ലാവരെയും കാണാനും. നിരവധി പേരാണ് ഇപ്പോൾ ഈ കത്തീഡ്രലിൽ എത്തിയിട്ടുള്ളത്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആഘോഷങ്ങളാണ് കത്തീഡ്രലിൽ ഒരുക്കിയിരിക്കുന്നത്. രാത്രി പാതിര കുർബാനയുണ്ട്, അതുപോലെ നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ പകൽ കുർബാനയുമുണ്ട്. ഏതായാലും ക്രിസ്മസിനെ, ചെറിയ മഴയുണ്ടെങ്കിൽ പോലും ക്രിസ്മസിനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ദില്ലി മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ദീപു എം നായർക്കൊപ്പം അമൃത മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്.